ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. 2 ആഴ്ച കൊണ്ട് നമ്മളുടെ നിറം വർദ്ധിപ്പിക്കാനും മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ പറ്റുന്ന ഗ്ലൂട്ടാത്തിയോൺ കാൻഡിയാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ കാൻഡി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. കാൻഡി ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ 10 നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 2 വലിയ ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് കൂടെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനുവേണ്ടി ഒരു സ്റ്റീമറിലേക്ക് നമ്മൾക്ക് നെല്ലിക്കയും അരിഞ്ഞെടുത്ത ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് ഇത് നമ്മൾക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും. 6 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. നെല്ലിക്കയും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നെല്ലിക്കയുടെ കുരു ഒക്കെ കളഞ്ഞൊന്ന് അടർത്തിയെടുക്കണം. ഇപ്പോ നെല്ലിക്കയൊക്കെ നന്നായി തണുത്തതിന് ശേഷം കുരു ഒക്കെ അടർത്തി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നെല്ലിക്കയും ബീട്രൂട്ടും ക്യാരറ്റും നമ്മൾക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരയ്ക്കുന്നതിന്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതിയാവും. ഞാനിവിടെ ഇത് നന്നായി അരച്ചെടുത്തു വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. കാൻഡിക്ക് നല്ലൊരു ബൈൻഡിങ് കിട്ടാനായി കുറച്ച് കോൺഫ്ലോർ നമ്മൾക്ക് ഇവിടെ ഒന്ന് കലക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് കാൻഡി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമ്മൾക്ക് അരച്ചെടുത്ത ഈ മിശ്രിതം ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. ഇപ്പൊ ഇത് ഏകദേശം നന്നായി ഒന്ന് ചൂടായി വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കട്ടയൊന്നും കെട്ടാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കോൺഫ്ലോർ ഒക്കെ ഇതിൽ കിടന്ന് നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പാകത്തിൽ നമ്മൾ ഇതൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പോ കാൻഡി മിശ്രിതം നന്നായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പാകം വരെ നമ്മൾ ഇത് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്കിത് ലഡു രൂപത്തിലേക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത് നന്നായി വരട്ടി പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുക്കാനായി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോ കാൻഡി മിശ്രിതം നന്നായി തണുത്തു വന്നിട്ടുണ്ട്. ഇനി കയ്യിലൊരൽപ്പം നെയ്യോ എണ്ണയോ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്നും ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള മിശ്രിതം എടുത്ത് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അത്ര അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇത് ആദ്യത്തേത് ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് പഞ്ചസാര പൊടിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം.
ഈ ഗ്ലൂട്ടാത്തിയോൺ കാൻഡി ഏകദേശം 1 മാസം വരെ നമ്മൾക്കിത് കേടാവാതെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യത്തെ കാൻഡി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾക്ക് കാൻഡി ഉരുട്ടിയെടുക്കാം. കാൻഡി എല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ദിവസം ഓരോന്ന് വീതം കഴിക്കാവുന്നതാണ്. രക്തം ഉണ്ടാവാനും മുടികൊഴിച്ചിൽ മാറാനും നിറം വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഗ്ലൂട്ടാത്തിയോൺ കാൻഡി നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കാനും പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.